നടി ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചു. ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. നെടുമ്പാശ്ശേരി SHO വഴിയാണ് വെറുതെ വിട്ട പ്രതികൾക്ക് നോട്ടീസ് അയക്കുക. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. വിഷ്ണുവും ഈ നോട്ടീസ് അയക്കൽ, ഫയലിൽ സ്വീകരിക്കലൊക്കെ സ്വാഭാവിക നടപടിക്രമമാണ്. ഇനിയാണ് ആ കേസിന്റെ പ്രധാന വഴികൾ. വിഷ്ണു, അഷ്മി, സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ രണ്ടാം ഘട്ട നിയമവ്യവഹാരങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാന സർക്കാർ ഈ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത്. ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതും അതോടൊപ്പം തന്നെ പൾസർ സുനി തുടങ്ങി ശിക്ഷിക്കപ്പെട്ട 6 പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് അപ്പീൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷാപാതപരമായാണ് തെളിവുകളെ ഡീൽ ചെയ്തത്. പല കാര്യങ്ങളിലും പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരണ കോടതി അതൊന്നും പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പീൽ ഹർജി ഇപ്പോൾ ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ദിലീപ് അടക്കമുള്ള വെറുതെ വിട്ട പ്രതികൾക്ക്, ദിലീപ്, ചാർലി തോമസ്, അതോടൊപ്പം ശരത്ത്, മേസ്തിരി സനിൽ തുടങ്ങിയ 4 പ്രതികൾക്ക് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവർക്ക് വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല, ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു കുറ്റമറ്റമായ വിചാരണ ഹൈക്കോടതിയിൽ ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. വിചാരണ കോടതിയിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല. ഏകപക്ഷീയമായിരുന്നു വിചാരണ കോടതിയിലെ നിലപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ട നടി പലതവണ പറയുന്നതും ഈ അടുത്ത് ഈ വിധി വന്ന ശേഷം അവർ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ്. ഈ വിധി വന്നതിന് പിന്നാലെ മാത്രമല്ല വിഷ്ണു, ഒരു സ്ത്രീയുടെ സ്വകാര്യതയും അന്തസ്സിനെയും തകർക്കുന്ന രീതിയിൽ ആക്രമിച്ചു, ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു, അതീവ ഗൗരവതരമാണെന്ന് അപ്പീൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, കുറ്റക്കാർക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ വകുപ്പിൽ കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുന്നതൊക്കെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് പൾസർ സുനി അടക്കമുള്ളവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് അപ്പീൽ ആവശ്യപ്പെടുന്നുണ്ട്. തെളിവുകൾ വേണ്ട രീതിയിൽ നോക്കിയില്ല എന്ന് അപ്പീൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അപ്പീലിൽ കുറച്ച് മെറിറ്റുള്ള വാദങ്ങളുണ്ട്. വിഷ്ണു, ഹാഷ്മി, തീർച്ചയായിട്ടും വലിയ മെറിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. കാരണം അവർ പലതവണ വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന കാര്യം കോടതിക്കകത്തും അതോടൊപ്പം തന്നെ പുറത്തുമൊക്കെ നടിയുടെ അഭിഭാഷകയും അതോടൊപ്പം പ്രോസിക്യൂട്ടറും ഒക്കെ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെ തന്നെ ഡിസംബർ 13-ാം തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ശിക്ഷ വിധിച്ചത്. ഈ 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചിരുന്നു. അതിനുശേഷം വന്ന പ്രതികരണം ജീവപര്യന്തം നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യമെങ്കിലും അത് കോടതി പരിഗണിക്കാതെ കോടതി നൽകിയത് 20 വർഷം കഠിന തടവാണ്. ഒപ്പം അതിനുശേഷം നടത്തിയൊരു പ്രതികരണമുണ്ട് പ്രോസിക്യൂട്ടറെ. ഇത് ഞങ്ങൾക്ക് ഹൈക്കോടതിയിലേക്കുള്ള ഒരു പാസ്പോർട്ടായി ഈ വിധിയെ കാണുന്നു എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഏകപക്ഷീയമായ വിചാരണയാണ് നടന്നത്. ഹൈക്കോടതിക്ക് മുമ്പാകെ ഞങ്ങൾക്ക് പല തെളിവുകളും അവതരിപ്പിക്കാനുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ ഈ ദിലീപും അതോടൊപ്പം തന്നെ പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂട്ടറും അതോടൊപ്പം നടിയുടെ അഭിഭാഷകയും വ്യക്തമാക്കിയിരുന്നു. അവരെ സംബന്ധിച്ച് ഇനി അവർ രണ്ടാം ഘട്ട നിയമ പോരാട്ടത്തിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ ഈ മറുപടി ലഭിച്ച ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ബാക്കി പ്രൊസീഡിങ്സ് ഹൈക്കോടതിയിൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, വിഷ്ണു പറഞ്ഞതുപോലെ ഇപ്പോൾ അത് ഫയൽ സ്വീകരിക്കും, നോട്ടീസ് അയക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷേ രണ്ടാം ഘട്ട നിയമവ്യവഹാരത്തിന്, ആദ്യഘട്ട വ്യവഹാരം എത്ര വർഷം നീണ്ടും നമ്മൾ കണ്ടതാണ്. രണ്ടാം ഘട്ട നിയമവ്യവഹാരത്തിന് തുടക്കമാവുന്നു എന്നുള്ളതാണ് ആ ഫയൽ സ്വീകരിക്കലിന്റെ പ്രാധാന്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.